എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസിന്റെ കുറച്ച് സാരീസ് കാണിക്കാനായിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ കാണിക്കുന്ന സാരീസ് ഒന്നും നമ്മൾ ഒരുമിച്ച് ഡിസ്പാച്ച് ചെയ്ത സാരീസ് അല്ല. നമ്മൾ പലപ്പോഴായിട്ട് ചെയ്ത സമയത്ത്, അതായത് ഡിസ്പാച്ച് സമയത്ത് നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4-5 സാരി ആവുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് അതിന്റെ വീഡിയോസ് കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ഒത്തിരി ഡിസ്പാച്ച് ഒരേ സമയം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കരുത്. ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിക്ക് വരുന്നുണ്ട്. നമുക്ക് 60 to 70 വർക്കിംഗ് ഡേയ്സ് ആണ് ഇത് ചെയ്തെടുക്കാനായിട്ട് സമയം വരുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ എല്ലാ സാരീസും ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓർഡേഴ്സും എടുക്കുന്നുള്ളൂ, ഒരുപാട് ഓർഡേഴ്സ് എടുക്കുന്നുമില്ല. നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാം ഇത് എത്ര സമയത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം. ഈ ഒരു വീഡിയോയിൽ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ വർക്കുകൾ കാണാനായിട്ടും അതുപോലെ പുതിയ സ്റ്റിച്ചുകളോ പുതിയ ഡിസൈൻസോ ഒക്കെ സെലക്ട് ചെയ്യാനായിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ ഒരു സാരീസ് കണ്ടു നോക്കുക. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബേബി പിങ്ക് കളറിലെ കോട്ടൺ ചെക്കോട്ടാക് സാരിയിൽ സെൽഫ് കളറായിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഭയങ്കര ഫെമിലിയർ ആയിട്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യം നമുക്ക് ഏറ്റവും ഡിമാൻഡ് കൂടിയൊരു കളക്ഷൻ ആയിട്ട് നമ്മൾ ഒരുപാട് സാരീസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ പിങ്കിൽ തന്നെ ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഡിസൈൻ കൂടുതലും നമുക്ക് സെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിത് വൈറ്റിൽ ബ്ലൂ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സെൽഫായിട്ട് നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിങ്കിൽ പിങ്ക് കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് 3 ഫ്ലവർ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് ആ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൂടുതലും വന്നിരിക്കുന്നത് 5 ഡിസൈൻസ് വരുന്നത് പോലെ ഒരു ബഞ്ചായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 5 ഡിസൈൻസിന് പകരം 3 ഡിസൈൻസ് വരുന്ന ഒരു ബഞ്ചായിട്ട് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. വേറെ ഡിഫറൻസുകളൊന്നും വരുത്തിയിട്ടില്ല. സെൽഫ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലീഫും സ്റ്റെമും എല്ലാം ഒരൊറ്റ കളർ ഷെയ്ഡ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേതിനകത്തായിരുന്നപ്പോൾ നമ്മൾ ഗ്രീനും ബ്ലൂവും കൂടെ കോമ്പിനേഷനിലായിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ പല്ലു പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈനാണിത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും സെയിം ഡിസൈൻ നമ്മൾ 2 ബഞ്ചസ്, അതായത് 3 ഫ്ലവേഴ്സ് വരുന്ന 2 ബഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഇതിന് ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഉടുത്ത് വരുമ്പോഴത്തേനും ഭയങ്കര കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ, ഭയങ്കര കോൺട്രാസ്റ്റ് നല്ല കോൺട്രാസ്റ്റ് അല്ല, സെൽഫ് കളർ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത് വരുമ്പോൾ മാത്രമേ ഡിസൈനിന് കൂടുതൽ വ്യൂ ഉണ്ടാവത്തുള്ളൂ. എന്നാലും ഷാഡോ വർക്ക് ആയതുകൊണ്ട് പിന്നെ അത് ഫ്രഞ്ച് നോട്ടിന്റെ ഈ എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ടും ചെറുതായിട്ട് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ആ ഡിസൈൻ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ ഒരുപാട് തിക്കായിട്ടുള്ള മെറ്റീരിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഉടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഷാഡോ വർക്കിന് കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് വരുന്നത് പോലെ തന്നെ ഒരു മെറ്റീരിയലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു കളർ തീമിലാണ് നമ്മൾ ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഏത് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടും ഈ ഒരു ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനകത്ത് ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ഈ 3 ഡിസൈൻ വരുന്ന ഒരു ബഞ്ച് തന്നെ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ചെയ്തിരിക്കുവാണ്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് നമ്മൾ കസ്റ്റമൈസറുടെ ചോയ്സ് അനുസരിച്ച് ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ഫോൾ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മൾ വിത്ത് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്ലൗസിന്റെ സ്ലീവ്സിൽ വർക്ക് ആഡ് ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ബ്ലൗസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മളിത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ നമ്മൾ നേരത്തെയും വേറെ കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റിൽ റെഡ് ആയിട്ടും റെഡിൽ വൈറ്റ് ആയിട്ടും അങ്ങനെ 2-3 കളർ ഷെയ്ഡ്സിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു സാരി ആയിരുന്നു. അതിന്റെ റീ ഓർഡർ വന്നാണ് അതിന്റെ കളർ കോമ്പിനേഷൻ മാറ്റി. അപ്പം അവർ കുറേ ഷെയ്ഡ്സ് പറഞ്ഞപ്പോൾ നമ്മളതെല്ലാം കൂടെ വരുന്ന പോലത്തെ ഒരു മൾട്ടിപ്പിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വലിയൊരു ഡിസൈനിലല്ല വരുന്നത്, എന്നാൽ അത്യാവശ്യം നല്ല നോർമൽ സൈസിൽ വരുന്ന നല്ല തിക്കായിട്ടുള്ള ഡേസി ഫ്ലവേഴ്സ് വരുന്നത് വെച്ചുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ്. നമ്മൾ സൈസ് എല്ലാം ഈ പറഞ്ഞ പോലെ നേരത്തെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് കളർ കോമ്പിനേഷൻ, അതായത് വൈറ്റിലൊക്കെ ചെയ്തതിന് പകരം നമ്മൾ പിങ്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ നമ്മൾ ഡിസൈനിൽ വരുത്തിയിട്ടുള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ നമ്പർ ഓഫ് ഡിസൈൻ ഈ ഒരു സാരിയിൽ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തതിനനുസരിച്ച്. ഇപ്പം ഇതിന്റെ സെൻട്രൽ പോർഷനിൽ, അതായത് പല്ലുവിന്റെ നടുക്ക് വശത്ത് വരുന്നത് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ വരുന്നത് പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല്ലുവിന്റെ എൻഡിൽ തന്നെ നമ്മൾ സെയിം സൈസിൽ വരുന്നത് പോലത്തെ 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും ഒരേ വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഡിസൈൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ ചേഞ്ച് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എല്ലാം കസ്റ്റമറിന്റെ ചോയ്സ് പ്രകാരമാണ് നമ്മൾ നമ്പർ ഓഫ് ഡിസൈൻസ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ റണ്ണിങ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. സെയിം ആ ഒരു സൈസിലും സെയിം പാറ്റേണിലും വരുന്നത്. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ ഇതിനെ പല രീതിയിൽ ഫേസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടെന്നുള്ള രീതിയിലൊക്കെ കുറച്ചൊരു ഭംഗി വരാൻ വേണ്ടി അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഓരോന്നും വരച്ചെടുത്തിരിക്കുന്നത്.
ശരിക്കും ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെ. കാരണം ഇത്രയും ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, അതും ഓരോന്നിനെ നടുക്കും ചെറിയ ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വന്ന് ഭയങ്കര തിക്കായിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കുന്നത്, വരയ്ക്കുന്നതും അത്യാവശ്യം ടൈം എടുക്കും. അതുപോലെ തന്നെ ഇത്രയും കുഞ്ഞു 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 ഫ്ലവേഴ്സ് ഇത്രയും തിക്കായിട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല ടൈം എടുക്കും. നോർമൽ ഈ ഒരു വലിപ്പമുള്ള ഒരു ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. ഇച്ചിരി വലിയ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയം പോലെയല്ല നമുക്ക് ഈ ചെറിയ ചെറിയ ഡിസൈൻസ് ചെയ്യുമ്പോഴത്തേനും വരുന്നത്. ഒത്തിരി നമുക്ക് ആ ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ടൈം എടുക്കുന്നത്. പിന്നെ അതിന് നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതേ പാറ്റേണിൽ വരുന്ന പോലെ 3 ബട്ടർഫ്ലൈസ് വരുന്ന രീതിയിലാണ് ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ആ ഒരു ചെസ്റ്റ് കവർ ചെയ്ത് വരുന്നത് പോലെ 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഇതുപോലെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ജസ്റ്റ് നിറഞ്ഞു തന്നെ ആ ഡിസൈൻ വരും. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നിറച്ചും ആ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് തന്നെ ഡിസൈൻ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ബട്ടർഫ്ലൈയും ഡിഫറെന്റ് ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ബട്ടർഫ്ലൈസിനെ ഇതിനകത്ത് വരച്ചെടുത്തിരിക്കുന്നത്. എല്ലാം ഒരുപോലെ ഇങ്ങനെ ഒരേപോലെ മേലോട്ട് വരുന്നത് പോലെ ഇരിക്കാതെ കുറച്ചൊരു വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേനും ആ ഒരു ഉടുത്ത് വരുമ്പോഴും ആ ഒരു ഭംഗി കാണും. ആ ഒരു ബട്ടർഫ്ലൈ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫീലൊക്കെ വരും. അത് ഈ ഇത്രയും കളർ കോമ്പിനേഷൻസ് വെച്ച്, അതായത് മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഡെപ്തും ഒക്കെ വരും. ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ പിങ്കിൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ലല്ലോ, കുറച്ചൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോഴത്തേനും സെയിം ഒരു ഡിസൈൻ നമ്മൾ ഇതുപോലെ മുകളിലോട്ട് ഫേസ് ചെയ്യുന്നത് പോലെ ചെയ്തെടുത്തിരിക്കുവാണ്. ഈ ഒരു രീതിക്കാണ്. അതുപോലെ കസ്റ്റമർ നമ്മുടെ അടുത്ത് ഫോൾ അറ്റാച്ച് ചെയ്യണം എന്നുള്ള ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫോളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഓർഡേഴ്സിനകത്ത് ഫോൾ ഇൻക്ലൂഡഡ് അല്ല, ഫോൾ അഡീഷണൽ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഫോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ഫോളും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മൾ ചെറിയൊരു ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നത് പോലെ 2 സ്ലീവ്സിലും ആ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ തന്നെ ചെറിയ 2 ഡിസൈൻസ് വരുന്നത് പോലെ ബ്ലൗസും വിത്ത് ബ്ലൗസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സാരി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ലെമൺ യെല്ലോ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഇതുപോലെ ഒരു നല്ല മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പെറ്റൽസ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. സെൻട്രൽ പോർഷൻ സാറ്റൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഫില്ല് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നമുക്ക് ഈ ലെമൺ യെല്ലോയിൽ ആണെങ്കിലും അതുപോലെ ഈ കളർ അതായത് ഫ്ലവറിന്റെയും അതിന്റെ സെൻട്രൽ പോർഷനൂടെ ആണെങ്കിലും നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നല്ല ബ്രൈറ്റ് ഷെയ്ഡ് ആയി നിൽക്കുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആണ്. 3 ഫ്ലവേഴ്സും അതിനനുസരിച്ചുള്ള ബ്രാഞ്ചസും ഒക്കെ വരുന്ന ഒരു രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ്. ഇതിന്റെ കളർ കോമ്പിനേഷൻ കൊണ്ടാണ് ഈ ഒരു സാരിയിൽ ഈ ഒരു വർക്കിന് നല്ലൊരു ഹൈലൈറ്റ് കൊടുക്കുന്നത്. അതുപോലെ ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിൽ ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ വരുന്ന എൻഡിലും ആ ഒരു ഡിസൈൻ 2 ഫ്ലവേഴ്സ് വരുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഇതിന്റെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റണ്ണിങ് പോർഷനിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല്ലുവിൽ തന്നെ ടോട്ടലായിട്ട് ഇതുപോലത്തെ ചെറിയ 2 ഡിസൈനും നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കാണിച്ച പോലത്തെ ഒരു വലിയ ഡിസൈനും വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പല്ലുവിന്റെ എൻഡിൽ കാണിച്ച ഡിസൈൻ 3 എണ്ണമാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട് ഫുള്ള് കവർ വരുന്നത് പോലെ ഈ ഒരു 3 ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഈ ഒരു ഡിസൈനിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നല്ലതായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ഈ ലെമൺ യെല്ലോയിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സെയിം ഡിസൈൻ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ചെയ്തിരിക്കുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ. ഇത്രയാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. അതുകൊണ്ട് കൂടെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് കോട്ടൺ ചെക്കോട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് സെയിം ടോണിലുള്ള ബ്ലൗസിൽ സെയിം എംബ്രോയിഡറി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പല്ലുവിന്റെ ഉൾവശത്ത് വന്നിരിക്കുന്നതൊക്കെ കണ്ടതുപോലെ 2 ഫ്ലവർ വരുന്ന ഒരു ലീഫ് കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് എൻ്റെ ബ്ലൗസിന്റെ സ്ലീവ്സിൽ 2ഉം കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു സാരിയിൽ വർക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു കവണിയാണ്. നമ്മൾ വൈറ്റ് കളറിലെ ഓർഗൻഡി ഫാബ്രിക്കിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കവണിയാണ്. നമ്മൾ നോർമലി സാരിയിൽ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ ഡിസൈനും വർക്കും ഒക്കെ വന്നിരിക്കുന്നത്. കുറച്ച് കവണി ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡിസൈൻസാണ്. കുഞ്ഞ് ഒരു 3 ഫ്ലവേഴ്സ് പോലത്തെ ഒരു പാറ്റേൺ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് വളരെ
പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തൊരു വർക്കാണ്. നമുക്ക് ഒത്തിരി ടൈം കിട്ടാതെ നമുക്ക് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആയിട്ട് വന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വർക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടുള്ള 3 ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. കൗണി ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഡിസൈൻസ് എപ്പോഴും കൂടുതലായിരിക്കും. നമുക്കൊരു 10 ഇഞ്ച് 15 ഇഞ്ച് 10-12 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഫുൾ ബോർഡറിലും 4 വശത്തെ ബോർഡറിലും ഡിസൈൻ കൊടുക്കണം. സാരി പോലെയല്ല. സാരി ആകുമ്പോൾ നമുക്ക് 4-5 ഡിസൈൻ ചെയ്താൽ മതി. പക്ഷെ കൗണി ആകുമ്പോൾ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഈ 4 വശത്ത് നമ്മൾ ഡിസൈൻ കൊടുക്കണം. കാരണം വെച്ചാൽ കൗണി 2 രീതിയിൽ കൊടുക്കും. 2 സൈഡും വരുന്നത് പോലെ നമ്മളൊരു ദുപ്പട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു ഇതാണ് നമുക്ക് കൗണി വരുന്നത്. 2.5 മീറ്റർ ഷോൾ ചെയ്യുന്നത് പോലെ തന്നെ മെഷർമെന്റും വരുന്ന 2.5 മീറ്റർ ആണ് വരുന്നത്. ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് ഫുൾ ബോർഡറിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 25-26 ഫ്ലവേഴ്സ് ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒത്തിരി ഓപ്പൺ ചെയ്ത് ഭയങ്കരമായിട്ട് നൂർത്തി കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ബോർഡറിലും ഈ സെയിം ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇപ്പം വൈറ്റ് ഓർഗൻഡി മെറ്റീരിയൽ, വൈറ്റ് കോട്ടൺ ഫാബ്രിക്കിലും നമ്മുടെ അടുത്ത് കൗണിക്ക് ഓർഡർ വരാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓർഗൻഡി ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഓർഗൻഡി ഫാബ്രിക് വരുമ്പോൾ മീറ്ററിന് 200 സംതിങ് വരുന്ന ഒരു മെറ്റീരിയലായി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഓർഗൻഡി ഫാബ്രിക്കിൽ നമുക്കൊരു സാരി ഉണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സാരി തന്നെയാണ്. നമുക്കിത് റിപ്പീറ്റ് ആയിട്ട് നേരത്തെ വീഡിയോ കണ്ടിട്ട് റിപ്പീറ്റ് ആയിട്ട് ഓർഡർ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ. ഇത് നമുക്ക് പിങ്കിൽ ഈ ഒരു ബ്ലൂവിൽ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ വൈറ്റിന്റെ കോമ്പിനേഷനിൽ നമ്മൾ കുറെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഓർഗൻഡി മെറ്റീരിയൽ വന്നിരിക്കുന്ന ഓർഡർ ആണ്. ഓർഗൻഡിയിലും ഇത് ചെയ്ത ഒരു സാരി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ റീ ഓർഡർ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി ഡീറ്റെയിൽ ചെയ്യുന്നില്ല. 5 ഡിസൈൻ വരുന്നത് പോലെ പല്ലുവും, അതുപോലെ 5 ഡിസൈൻ വരുന്നത് പോലെയുള്ള ചെസ്റ്റ് പോർഷനും റൈറ്റ് ലെഗ് പോർഷനും, അങ്ങനെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസ് വരുന്നുണ്ട്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോൾ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അങ്ങനെ 4 ഡിസൈൻ വരുന്നത്. ഇതെല്ലാം 5 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിന്റെ 3 ഡിസൈനുള്ള സാരിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് 5 ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിൽ വരുന്ന സാരീസ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെയാണെന്ന് കസ്റ്റമൈസ് ചെയ്യാം. 5 ഡിസൈൻസ് വേണ്ട, 3 ഫ്ലവേഴ്സ് മതി, അല്ലെങ്കിൽ സിംഗിൾ ഫ്ലവർ സ്കാറ്റർ ചെയ്താൽ മതി. നമുക്ക് രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു സാരിക്ക് ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരും വീഡിയോകളിലൊക്കെ കാണിക്കാം. ഇത്രയാണ് ഈ ഒരു സാരിയുടെ ഡീറ്റെയിൽ. അപ്പൊ ഈ കാണിച്ച സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സാരീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. അതുപോലെ നമ്മൾ മിഷൻ എംബ്രോയിഡറി സാരീസും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷൻ എംബ്രോയിഡറി സാരീസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡിസ്പാച്ച് ടൈം കുറവായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരും നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി, ഹാൻഡ് പിക്ക് കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.